നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയത് എന്താ, യൂണിവേഴ്സൽ ഡിസിഷനാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് എന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂണിവേഴ്സൽ ഡിസിഷൻ എന്തായിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, മുന്നോട്ടുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും, പ്രോബ്ലംസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും, ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. മെൻ്റലിയാണ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് മാനിഫെസ്റ്റേഷൻസ്, പ്രേയേഴ്സ്, അല്ലെങ്കിൽ ഇവർ വിട്ടുപോകാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള സ്പെൽ വർക്ക്സുകൾ എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിലൂടെ. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോരോ ചാപ്റ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ നിങ്ങളുടെ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അടുത്ത ഒരു ചാപ്റ്റർ കടക്കാനായിട്ട് പോവുകയാണ്. സോ ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു ഗ്യാപ്പാണ് ഇത്. അതിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വർക്ക് ചെയ്തിട്ട് പോലെയുള്ളൊരു അത്രയും സ്ട്രെങ്തോട് കൂടിയിട്ടുള്ളൊരു ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു കാര്യത്തിനും നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിയത് പോലും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് മനസ്സിലാക്കിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ വരുമ്പോൾ നിങ്ങൾ അതിന് എത്രമാത്രം അത് തിരികെ കിട്ടാനായിട്ട് എത്രമാത്രം ട്രൈ ചെയ്യുന്നു, പ്രയറിലൂടെയും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് അവിടെ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ലൈഫിൽ കിട്ടാവുന്ന അത്രമാത്രം സ്ട്രഗിൾസ് ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല, സ്പിരിച്വൽ കണക്ഷൻ ആണ്. ഇവിടെ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും ലൈഫിൽ ഇനി ഏതൊരു വലിയ ദുഃഖത്തിൽ നിങ്ങൾ പെട്ടാൽ പോലും അവിടെ നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒന്നുമല്ല എന്നൊരു മട്ടിൽ നിങ്ങൾ ഇപ്പം തന്നെ തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾ ലൈഫിൽ കടന്നു വന്ന സ്റ്റേജസുകളിൽ പലതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കണം. പക്ഷേ ഇപ്പം ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മുമ്പത്തെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ബുദ്ധിമുട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ഒരു ആശ്വാസം, അവിടെ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു ആശ്വാസം, എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് ദൈവമായിട്ട് തന്ന ഒരു ബന്ധം, അത് ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു, ഒരുപാട് താങ്ക് യു യൂണിവേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ പോകെ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ടായിരിക്കും. അതിനെല്ലാം മറികടക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ, ഇത് എന്ത് വേണ്ട, പല രീതിയിലുള്ളൊരു പൂജകൾ, അത് എന്താ പറയുക, അങ്ങനെ പല ടെക്നിക്കുകളും നിങ്ങളിതിൽ ട്രൈ ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു എഫേർട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേറെ പല കാര്യത്തിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എവിടെ എത്തേണ്ട ആളാ എന്നൊക്കെയാണ് എനിക്കിവിടെ തോന്നുന്നത് കേട്ടോ. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ഇവിടെ സ്ട്രഗിളും അല്ലെങ്കിൽ നിങ്ങളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എനർജി വർക്ക്. ഓക്കെ, സോ യൂണിവേഴ്സ് ഇതിലൂടെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്തിനെയാണ് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് ലൈഫിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നാലും നിങ്ങൾ ഇത്രത്തോളം വേണമെങ്കിൽ യൂണിവേഴ്സിനോട് അടുക്കില്ല. പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളൊരു അതൊരു പ്രത്യേക തരത്തിലുള്ള, അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. നമുക്ക് എന്താ പറയുക, മണി അല്ലെങ്കിൽ കാശില്ലെങ്കിലും നിങ്ങൾ ജീവിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ തരികയും അതിലൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം എന്ത് കാര്യം നേടാനായിട്ട് എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളതൊക്കെ. അത് ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലതരത്തിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നപ്പോൾ പല രീതിയിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടായിരിക്കണം നിങ്ങളിത് മുന്നോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ കാരണം യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹബന്ധം മാത്രമല്ല, ഇതൊരു പാതയായിട്ട് എടുത്തിട്ട് ഇതിലൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ എനർജി അതിലേക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഫുൾ ഓഫ് എനർജി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത്. 24 hours എനർജി ഫ്ലോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഫ്ലോ മൊത്തം നിങ്ങളുടെ ഈ ഒരു പേഴ്സണലിലേക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ചിന്ത. നിങ്ങളിപ്പോൾ നിങ്ങളുടെ
ബാക്കിയുള്ള ഒരു കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. സോ യൂണിവേഴ്സ് അവിടെ ഇവിടെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളിൽ കൂടി ഫോക്കസ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒരു ലെവലാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ടെംപ്റ്റേഷൻസ് ഉണ്ടായിരിക്കണം. എന്താ പറയുക, ഇതിന് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണോട്ടുള്ള ഒരു ടോക്കിങ്, ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ ഡേ ബൈ ഡേ ഉള്ളത് ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അത് ഒരു ടെംപ്റ്റേഷൻ, ഒരു അഡിക്ഷൻ ആയിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ വാണിംഗ് തരികയാണ്. സോ അതിൽ നിന്നും കുറച്ചൊന്നൊരു പിന്നോക്കം മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചൊന്നൊരു ഫോക്കസ് കൊടുക്കൂ എന്നും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട്. യൂണിവേഴ്സ് ഇവിടെ പലതരത്തിലും നിങ്ങൾക്ക് പല ഓഫേഴ്സുകളും തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കിത് മാത്രമാണ്, ഇതാണ് എൻ്റെ ലൈഫ്, ഇത് മാത്രം എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി ഇത് തിരികെ വേണമെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക തന്നെ വേണം. ഇതിൽ മെഡിറ്റേഷൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് സം സ്പെൽ വർക്ക്, ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇനി തിരികെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഒരു നാച്ചുറൽ വൈസ് യൂണിവേഴ്സ് നിങ്ങൾക്കിത് തിരികെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കണം. അറ്റ് എ സെയിം ടൈം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാം, അത് വളരെ പോസിറ്റീവായിട്ട് മാത്രം. പക്ഷേ എപ്പോഴും അത് ഓവർ തിങ്കിങ് ആയിക്കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് വൈബ്രേഷൻസ് വരും. മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് ഉൾട്ടയായിട്ട് തിരികുകയും ചെയ്യും. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത. സോ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാക്കി പല കാര്യത്തിലേക്കും ഫോക്കസ് കൊടുക്കുക. അതാണ് എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും, മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിലും, നമ്മൾ ദൈവങ്ങളിലേക്ക് വിളിച്ച് സമർപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്കത് ലെറ്റ് ഗോ ചെയ്യണം. അത് പഠിച്ചിട്ടില്ല നിങ്ങളത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ എടുക്കുന്നു. നിങ്ങൾ പറയുന്നത് എനിക്ക് മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥിച്ച്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ദൈവം അത് സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല, ലെറ്റ് ഗോ ചെയ്ത് സമർപ്പണം, യൂണിവേഴ്സിനോടുള്ള സമർപ്പണം ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കി തരുന്നത്. സോ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ സ്പെൽ വർക്കിലൂടെ എല്ലാം ആണ് യൂണിവേഴ്സ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ തിരികെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രെയർ മാത്രമല്ല, ബാക്കി പല രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളവിടെ സ്ട്രോങ് ആയിരിക്കണം. യൂണിവേഴ്സിൻ്റെ അടുത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എവിടെയാണ്, എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കണം. ഒരുപാട് പേര് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് അവരുടെ തിങ്കിങ്, അതായത് വിഷ്വലൈസേഷൻ പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ. അതായത് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ യൂണിവേഴ്സ് ശ്രദ്ധിക്കും. ആ തോട്ട് പ്രോസസ്സ് അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങളെ തോട്ട്സിനെയാണ് യൂണിവേഴ്സ് ശ്രദ്ധിക്കുക. ആ തോട്ട്സാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാം. സോ അവിടെ തോട്ട് നിങ്ങൾക്ക് വളരെയധികം ഡിസ്ട്രാക്ഷൻസ് ആണ് യൂണിവേഴ്സിന്. ഇപ്പോൾ ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ ചെയ്ത് സമർപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ തോട്ട് പ്രോസസ്സ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ഏറെക്കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിലും ഈ ഒരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലൂടെയും.